ഇനിയാണ് എന്റെ ഷോ. അമ്മേന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. അച്ഛന്റെ സ്പേസ്, അതായത് അച്ഛന്റെ നാണക്കേടുള്ള വിഷമമുള്ള ഫേസുകളാണ് എനിക്ക് കാണാൻ പറ്റില്ല. അച്ഛൻ പൊട്ടിക്കരയുന്ന അങ്ങനത്തെ ഒരു സ്പേസ് അല്ല. അച്ഛൻ ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഭയങ്കര പ്രശ്നമുണ്ട് ഇതിനെ കുറിച്ച്. അച്ഛൻ എവിടെയോ അറിയാവുന്ന വരെ എനിക്ക് തോന്നി. ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, എന്റെ മോനെ നീ അങ്ങനെ ചെയ്ത് കാണും, ഇങ്ങനത്തെ ഒരു ഫീൽ വരെ എനിക്ക്. എന്തൊരു പെണ്ണും പിള്ള, എന്തൊരു സ്ത്രീയാ ഇവരൊക്കെ. ഇവരൊക്കെ ഫെമിനിസത്തിന്റെ പേരും പറഞ്ഞ് ഇവരൊക്കെ പുരുഷ വിരോധികളാ. ശരിക്കുള്ള ഫെമിനിസ്റ്റുകളൊക്കെ ഇവർക്കെതിരാ. സമാധാനമായല്ല. പിന്നെ ദേഷ്യം വരാതിരിക്കോ? അവിടെ അമ്മയുടെ ഒരു ജാട കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികള് കൊക്കോണ്ട് പോലത്തെ ഒരു പെണ്ണും. വിക്കിത്തൊക്കെ ബ്രെഡ് വേണം, 2 UPI പോസ്റ്റ് ലേശർ ഹോസ്പിറ്റലിലേക്ക് വരും. 500 അടി അടിച്ചു. ചുമ്മാ കേട്ടോ. അതെന്താടാ പറഞ്ഞേ? എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവൻ എന്തൊക്കെയോ രോഗമുണ്ടെന്ന് പറയുന്നുണ്ട്, സത്യമാണോ? പക്ഷെ ഇവന്റെ പെരുമാറ്റത്തിൽ ഇവന് പ്രത്യേകിച്ച് രോഗമുള്ളതായിട്ട് തോന്നുന്നില്ല. അയാൾ വർഷങ്ങളോളം മെന്റൽ ഹോസ്പിറ്റലുകളിൽ അടച്ചു പൂട്ടപ്പെട്ട ആളാണ്. ഒരു ഭ്രാന്തൻ ഇത്ര കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ എന്റെ സ്ഥലങ്ങളായിരുന്നു. എല്ലാം ഇപ്പോ വെല്ലുത്താന്റെ കയ്യിലാ. ആര്? നിന്റെ അച്ഛന്റെ കയ്യിലോ? അതോ നിന്റെ അച്ഛന്റെ അച്ഛൻ ആ മൈരന്റെ കയ്യിലോ? ഇഷ്ടപ്പെടുമ്പോഴും ഷൗട്ട് ചെയ്യുമ്പോ പോലും ഒന്നും മിണ്ടാതെ, അപമാനിക്കുമ്പോഴും എന്റെ പെണ്ണല്ലെന്ന വിചാരത്തില് നിന്നെ പോലൊരുത്തന്റെ മുന്നിൽ ഏത് പെണ്ണാണ് വീണു പോവാത്ത? ഞാനും വീണു പോയി. തച്ചക്കണ്ണ തണക്കണ്ണ തച്ചക്കണ്ണ തണക്കണ്ണ. ഫോണെടുത്ത് കുത്താൻ അറിയാത്ത, വാട്സപ്പ് എടുത്ത് നീക്കാൻ അറിയാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പെണ്ണ് വേണം വേണം. നമ്മളെ ഒരു താത്തയുണ്ട്. ഫോൺ എടുക്കാൻ അറിയത്തില്ല, വാട്സപ്പ് എടുക്കാൻ അറിയത്തില്ല. 10-95 വയസ്സായി. സ്നേഹിക്കാൻ അറിയാം. നീ നോക്കുന്ന കഴിവുള്ള മോനെ. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ബുദ്ധി? എന്തിന്റെ കുഴപ്പമായത്? അമ്പരത്തുമ്പിയാകുന്നൊരു കാളി നിന്റെ പാവങ്ങളെ കണ്ട അച്ചായൻ വിടത്തില്ല. പാവങ്ങളെ കണ്ട അച്ചായനി പൊങ്ങും. നാട്ടുകാരെ പറ്റിച്ചോരോ പരിപാടി നടക്കുക. സിമ്പതി പുണ്ട. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സാരമില്ല മോനെ. പുതിയൊരു പാട്ട് വന്നിട്ടുണ്ട് മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട്.